ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. നിങ്ങളുടെ പേഴ്സന് നിങ്ങളോടുള്ള ഫീലിംഗ്സ് ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ഇത്രയും നാൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി ഒരു കുട്ടികളെ പോലെ ആയിരിക്കാം എടുത്തിട്ടുള്ളത്. ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടെ സ്നേഹമോ സമയമോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്വയം ബോധം വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ ഒരു വ്യക്തിയെല്ലാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു തീവ്രത തിരിച്ചറിയുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു വ്യക്തി ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത്. എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു സ്വയം ബോധം വന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നൽകാനാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തേക്കുന്നതായിട്ട് കാണുന്നു. മേ ബി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്തണം, ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒരു തീരുമാനത്തിൽ എത്തണം എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നു. താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ അവരുടെ കൂടെ വിജയം ഉണ്ടാകൂ എന്ന് ഇപ്പോൾ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയതായിട്ട് കാണുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെ ദേഷ്യക്കാരനായ വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾ വളരെ ക്ഷമയുള്ള ആളുകളായിരിക്കാം. അപ്പം എത്രമാത്രം നിങ്ങൾ ക്ഷമയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നു എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പാസ്റ്റിന്റെ വേദനകളെല്ലാം ഹീൽ ചെയ്ത് ഒരുപാട് വേദനകൾ ഈ ഒരു പേഴ്സണും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിമിത്തം. അപ്പം അതെല്ലാം ഹീൽ ചെയ്തുകൊണ്ട് പുതിയ ഒരാളായി നിങ്ങളുമൊത്ത് ഫ്യൂച്ചറിലേക്ക് പോകാനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത്. അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പം പഴയതെല്ലാം അവിടെ വിട്ടിട്ട് നിങ്ങളുമായി ഫ്യൂച്ചറിലേക്ക് പോകാൻ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഫ്യൂച്ചറിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരു ചാപ്റ്റർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ ക്ലാരിറ്റിയോടും കൂടിയിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു.
പക്ഷെ ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തുടങ്ങുമ്പോഴും ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്ന രീതിയിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ മൈൻഡ് ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു. അല്ലെ താൻ എന്തായാലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ക്രോസ് റോഡിലായിരിക്കാം, ഒരു ഡിസിഷൻ എടുത്തേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്താനും ഈ ഒരു വ്യക്തി ഒരുക്കമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കണം, ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ. പക്ഷെ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ മൈൻഡ് ഉണ്ടെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറും കൂടെ നോക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് മനസ്സിൽ. വൈകാതെ ആ ഒരു പേഴ്സൺ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരും. അപ്പം അതിന്റെ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് ഉണ്ടാവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ പോയപ്പോൾ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെ നിങ്ങളെ ഓർക്കുന്നു അവരുടെ ആ ഒരു ഓർമ്മകളെല്ലാം തന്നെ എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം മാനിഫെസ്റ്റ് ആവുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നതാണ്. നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് എത്തുന്നതാണ് എന്നാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് നോക്കാം. നമ്മൾ അവരുടെ ഫീലിങ്സ് ആയിരുന്നു നോക്കിയത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ലോസ് ഫീൽ ആണുള്ളത്, ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജിയാണിത്. അതായത് നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു തീരാ വേദനയായിട്ട് കിടക്കുന്നതായിട്ട് കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം ഉണ്ടാവാനായിട്ട് പോകുന്നു. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു പേഴ്സൺ റെഡി ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ ഒരു പേഴ്സണെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ആ ഒരു പേഴ്സണ് നഷ്ടമായതെന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. നീ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എല്ലാം തന്നെ ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഓർക്കുന്ന ടൈം തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളോട് ഒരു സോൾ കണക്ഷൻ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റിന്റെ വേദനകളെല്ലാം ഹീൽ ചെയ്ത് പുതിയൊരാളായി മാറണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് ആയിരിക്കാം. അപ്പം അതിനെല്ലാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു ഡിസിഷൻ എന്തെന്നാൽ നിങ്ങളുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ ലൈഫിന്റെ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പേഴ്സന്റെ മൈൻഡിലേക്ക് നിങ്ങളുടെ ആ ഒരു ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആയിരിക്കാം.
ഇനി യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇവിടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് പറയുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പാസ്റ്റിന്റെ വേദനകളെല്ലാം ഹീൽ ചെയ്യുക, നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ എൻഡ് റിസൾട്ട് ഇപ്പോഴേ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എൻഡ് റിസൾട്ടിൽ കൊണ്ടുവരത്തേണ്ട മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ആ പാസ്റ്റിന്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ മോൺ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയത് സ്റ്റാർ കാർഡാണ് കിട്ടിയത്. നിങ്ങൾ ഹീൽ ചെയ്യുക. അപ്പൊ പാസ്റ്റിനെ അവിടെ വിട്ടിട്ട് നിങ്ങൾ ഫ്യൂച്ചറിന്റെ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് ഇട്ടു, പക്ഷെ നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരു റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് എന്തായാലും നിങ്ങൾ എഫേർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേമിലായിരിക്കും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് എന്നുള്ളത് കാണുന്നുണ്ട്. മേ ബി ഇത്രയും നാൾ നിങ്ങളുടെ ആ ഒരു ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നിങ്ങളുടെ പേഴ്സണോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു സമയം നിങ്ങൾ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹങ്ങൾ അതെല്ലാം തുറന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് റെസ്റ്റ് ആണ് ആവശ്യം. നിങ്ങൾക്ക് പാസ്റ്റിന്റെ വേദനകളെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യുക. റെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സോളിനുള്ള റെസ്റ്റ് ആണ്. അതായത് ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഹീൽ ചെയ്ത് പുതിയൊരാളായി മാറാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈഗോ എല്ലാം നിങ്ങൾ മാറ്റി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വരുത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും വരാൻ പോകുന്നത് ഒരു സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതമാണ്. അപ്പൊ നിങ്ങളുടെ ഈഗോയൊക്കെ മാറ്റി വെക്കുക. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈഗോ ഉണ്ടെങ്കിൽ മാറ്റുക. നിങ്ങളുടെ പാസ്റ്റിന്റെ വേദനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ്. ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെയല്ല. ഇനി നിങ്ങൾ എത്രയാണോ സ്നേഹം കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങളുടെ പേഴ്സണും തിരികെ നൽകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക.